ഒരുവൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ തകർച്ചയുടെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥനയോടുള്ള സമീപനമാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകി കഴിയുമ്പോൾ, ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യബോധം കുറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കുറവ് ഉണ്ടാകരുത്. പ്രാർത്ഥന നമ്മുടെ ജീവിതചര്യയായി മാറണം. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിച്ച സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവിടുന്ന് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. അതെ, തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, തൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, തൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്ന ദൈവത്തിന് പകരം നൽകുവാൻ തനിക്ക് എങ്ങനെ സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണ്. നമുക്കും അപ്രകാരം ഒന്ന് ചിന്തിക്കാം. ഇതുവരെ നമ്മെ നടത്തിയ, ഇതുവരെ നമ്മെ കരുതിയ നമ്മുടെ കർത്താവിന് എന്ത് പകരം കൊടുക്കുവാൻ നമുക്ക് കഴിയും? കർത്താവ് നമുക്ക് ദാനമായി തന്ന നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമുക്കുള്ളതിനെ കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾ എന്നും എപ്പോഴും ഓർത്ത് നമുക്ക് കർത്താവിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം.